ഹലോ, അങ്ങനെ പാട്രിയോട്ട് ഉണ്ട്. വരുന്ന വഴിയാണ്. പട്മേൽ പോയിട്ടാണ് സിനിമ ഉണ്ട്. പട്മേൽ പോയി സിനിമ ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പട്മേല നടന്നു. പട്മേലിൽ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. സിനിമ ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് നിന്നുപോയി. പോയിട്ട് തിയേറ്ററിൽ കോലും ബഹളമൊക്കെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവസാനം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിനിമ ഒന്നുകൂടി ഓണായി. അപ്പൊ നമുക്ക് ടെൻഷനാണ്, നമുക്ക് റിവ്യൂ ഇടണം. അല്ലെങ്കിൽ നമ്മൾ സിനിമ ഇന്ന് ഓടിയില്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ റീഫണ്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പുറത്തേക്ക് വരാൻ നേരത്ത് നമ്മൾ കഥയെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ടെൻഷനിലേക്കും എന്തോ ഭാഗ്യത്തിന് സിനിമ ഉണ്ട്. സിനിമ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, പാട്രിയോട്ട് സിനിമയെ പറ്റിയുള്ളൊരു മുൻ വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മഹേഷ് സാരൻ എങ്ങനെയാണ് ഈ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ലാലേട്ടനും മോഹൻലാൽ മമ്മൂക്കയും എങ്ങനെയായിരിക്കും ഇത് കൊണ്ടുവരാൻ പോകുന്നതിനെ പറ്റി ഒരു ഐഡിയ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലാസ് ആയിട്ടാണ്, ക്ലാസും മാസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. KHRK വീഡിയോ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇതിനെ കളിയാക്കി. ഒരു മാസമായിട്ടുള്ള ഒരു ലാലേട്ടനും മമ്മൂക്കയാണ് നമുക്ക് കാണേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് ഇതൊരു സബ്ജക്ട് ഓറിയന്റഡ് സിനിമയാണ്. അതൊരു നമ്മളെ മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഇപ്പൊ ഒരു കോർപ്പറേറ്റ് കമ്പനികളായിട്ടും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ആയിട്ടും നടക്കുന്ന അവിഹിത ബന്ധങ്ങളിൽ നമുക്കറിയാം ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇല്ലാത്ത ഇടപാടുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒറ്റ നോട്ടത്തിൽ പ്രശ്നം തോന്നുന്നില്ലെങ്കിലും ജനങ്ങളെ പല രീതിയിലും ബാധിക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ ഗവൺമെന്റും ഈ കോർപ്പറേറ്റ് കമ്പനികളായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അതെങ്ങനെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളൊരു കഥയാണ് ഇതിൽ കാണിക്കുന്നത്. ഇത്തരം സബ്ജക്റ്റുകളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിന് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇത്ര ബഡ്ജറ്റിൽ ഒരു വലിയ സ്കെയിലിൽ ഒരു കഥ പറയുന്ന ഒരു സിനിമ ഇത്ര കോടി അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് മാത്രം നടക്കാൻ സാധ്യതയുള്ളൂ. അത് മഹേഷ് സാറിന് പ്രത്യേക കയ്യടി അറിയിക്കുന്നുണ്ട്. ഇത്തരം സിനിമകളിൽ പുള്ളി കൊടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ ഒരു പരിശ്രമത്തിന് തീർച്ചയായിട്ടും നമ്മൾ കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ സിനിമയുടെ പെർഫോമൻസിലേക്ക് പോവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒന്ന്, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ ഇതിൽ മുഴുനീള റോള് ഇവർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ ലീഡ് റോളിൽ വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന മമ്മൂക്കയാണ്. മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്. ഈ തിയേറ്റർ കുടുക്കും കുലുങ്ങും എന്നുള്ള ഒരു അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. ഇവരെ കാണിക്കുന്ന മെയിൻ രംഗം തൊട്ട് അവസാനിക്കുന്നവരെ സിനിമ കയ്യടിയും കൂവലും മൊത്തം ആ ഒരു സെറ്റപ്പായിരുന്നു തിയേറ്റർ ആകെ. പിന്നെ ഈ പറയുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസിന്റെ കാര്യമാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ മഹേഷ് നാരായണനെ പറ്റി പറയുമ്പോൾ ആ സംവിധാനത്തെ പറ്റി പറയുന്നതിനൊപ്പം എഡിറ്റിങ്ങിനെ പറ്റി കൂടി പറയേണ്ടിയിരിക്കും. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മെയിൻ ഒരു തൊഴിൽ എഡിറ്റിംഗ് ആയിരുന്നു. അപ്പൊ എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമാറ്റോഗ്രാഫിയും ഇത് തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. ഈ ഒരു സിനിമയെ ഓരോ അടുത്ത സീൻ ബൈ സീൻ കൊണ്ടുപോകുന്നത് ആ ഒരു ബ്ലെൻഡിങ് തന്നെയായിരുന്നു. എനിക്ക് ഞാനിപ്പോ ആലോചിക്കുന്ന ഒരു കാര്യം, ഈ സിനിമയെ ഏതെങ്കിലും തരത്തിൽ മോശമാക്കുന്ന തരത്തിൽ ഏതെങ്കിലും റിവ്യൂവർ പറയുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. കാരണം ഇതൊരു പക്ക മാസ് സിനിമയല്ല, ഇതൊരു ക്ലാസ് സിനിമയാണ്. ഇതിന് ആ രീതിയിലാണ് കൺവേ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വേണം ഇതിനെ നോക്കി കാണാൻ. ഇത് നമ്മുടെ കയ്യിലുള്ള ഫോൺ, നമ്മുടെ രാജ്യസുരക്ഷ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പല രീതിയിൽ പല സിനിമകളിൽ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ലാർജ് സ്കെയിലിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ വെച്ചിട്ട് എങ്ങനെ ഇതുപോലൊരു സിനിമ അല്ലെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത്തരം കാര്യങ്ങളെ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് മഹേഷ് നാരായണൻ കാണിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സബ്ജക്ട് ഓറിയന്റഡ് ഈ ഒരു സിനിമ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ വന്നവർക്ക് 1-2 പേർക്ക് ചെറിയ മുറുമുറുപ്പൊക്കെ ഉണ്ടായെങ്കിലും സിനിമ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ഈ സിനിമ വലിച്ചു നീട്ടി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അത് യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നം എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് മമ്മൂക്കയുടെ പ്രകടനമായാലും ലാലേട്ടന്റെ പ്രകടനമായാലും ഓവറോൾ എല്ലാം ഒന്നിനൊന്ന് വെച്ച് വരുന്നത് നമുക്ക് തിയേറ്ററിൽ കൈയടിച്ചിരുന്ന് കാണാവുന്ന സിനിമ തന്നെയാണിത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിലിന്റെ ഒരു പെർഫോമൻസ് നമുക്കറിയാവുന്നതല്ലേ. പുള്ളി വെറുതെ തീയാണ്. പിന്നെ കുഞ്ചാക്കോനാണെങ്കിലും വെറുതെ രക്ഷയില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിനിമ നടിമാരായിട്ട് വരുന്ന ഈ ആട്ടം സിനിമയിലെ നടിയുണ്ട്, നയൻതാരയുണ്ട്. ഇവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. രേവതിക്ക് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് റോളുള്ളെങ്കിലും ആ ഒരു മെയിൻ കഥാപാത്രമായിട്ട് രേവതി വന്നു പോകുന്നുണ്ട്. ഓവറോൾ ഈ ഒരു സിനിമ എങ്ങനെയാണ് ആളുകൾ എടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം കഴിഞ്ഞ് റിവ്യൂ കണ്ടാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് എന്തായാലും ഒരു മൈൽ സ്റ്റോൺ ആണ് മലയാള സിനിമയുടെ. ഇത്ര വലിയ രീതിയിൽ ഇത്ര വലിയൊരു സബ്ജക്റ്റ് ഇതുപോലൊരു കഥ പറയാൻ മലയാള സിനിമയ്ക്ക് കഴിയുള്ളൂ. ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ പ്രൊഡ്യൂസർമാർക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിന് നമുക്ക് ഒരു നല്ലൊരു ഐഡിയ കൊടുക്കണം. അപ്പൊ എന്തായാലും സിനിമ പോയി കാണുക, എന്നിട്ട് അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക.
അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും